പെൺമക്കളായാലും ആൺമക്കളായാലും സമ്പാദിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. ഹലാലായ രീതിയിൽ സമ്പാദിക്കാൻ. ആൺമക്കളായാൽ പ്ലസ് 2 കഴിഞ്ഞാൽ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന്, ഏതെങ്കിലും ടെക്സ്റ്റൈൽസുകളിൽ നിന്ന്, ഏതെങ്കിലും ഹോട്ടലുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ സ്കൂളിന്റെ ഫീ കെട്ടാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അതല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു, എന്റെ മകൻ കഷ്ടപ്പെടാൻ പാടില്ല എന്ന ചിന്തയുണ്ടാവരുത്. കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. മക്കള് വളരണം കഷ്ടപ്പെട്ടിട്ട്. വെയിൽ കൊണ്ട് വളരണം, മഴ കൊണ്ട് വളരണം. നമ്മുടെ മക്കൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മീൻ വാങ്ങാൻ പറഞ്ഞാൽ നല്ല ഒന്നാന്തരം മീൻ വാങ്ങിച്ചു വരാൻ അവർക്കറിയണം. ഏത് മക്കൾക്ക് അതറിയാം? ഇലക്ട്രിസിറ്റി ബില്ല്, കറന്റ് ബില്ല് അടക്കാൻ പറഞ്ഞാൽ അത് പോയി അടച്ചു വരാൻ അവരറിയണം. ഫോൺ ബില്ല് അടക്കാൻ പറഞ്ഞാൽ അത് അവർക്കറിയണം. ഏതെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ അത് ഫില്ല് ചെയ്യാൻ അവർക്കറിയണം. ഏത് മക്കൾക്ക് അറിയാം? ഇന്ന് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മക്കൾക്കാണ് ഫോം ഫില്ല് ചെയ്യാൻ അറിയുന്നത്? ഏത് ഫോമുമായിക്കോട്ടെ, മലയാളത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ പോയി കാണുകയാണ്. 50ഉം 100ഉം കൊടുത്തിട്ട് ഫോം ഫില്ല് ചെയ്യാൻ നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ കാണുകയാണ്. എന്താണ് ഇതിലുള്ളത്? നിങ്ങളുടെ പേര്, വീട്ടുപേര്, വീട്ടു നമ്പർ, കുടുംബക്കാരെ, അങ്ങനെ ഓരോ ഡീറ്റെയിൽസുകൾ നൽകാൻ പോലും നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ? എന്തിനാണ്? അതേപോലെ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ എല്ലാ മേഖലകളിലും നന്നായി പരിശീലിപ്പിച്ചിട്ടാണ് നമ്മൾ വളർത്തേണ്ടത്. നമ്മുടെ മക്കളെ നടക്കാൻ പാടില്ല. സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് പോകണം, വീടിന്റെ വരാന്തയിൽ നിന്ന് ബസ്സിൽ കയറണം, എന്നിട്ട് സ്കൂളിന്റെ വരാന്തയിൽ പോയി ഇറങ്ങണമെന്ന ചിന്ത നമ്മൾക്ക് വേണ്ട. അവര് നടക്കട്ടെ, അവര് പ്രകൃതിയെ ആസ്വദിക്കട്ടെ. പ്രകൃതിയിൽ നമ്മളൊക്കെ പഴയ കാലങ്ങളിൽ നടന്നു പോയതുപോലെ ഒരൽപ്പമെങ്കിലും നടക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം, കളിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം, ശരീരം ഒന്നനങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. കൂട്ടിലിടുന്ന തത്തമ്മയെ പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോഴികളെ പോലെ നമ്മുടെ മക്കളെ വീടിന്റെ 4 ചുമരുകൾക്കകത്തളങ്ങളിൽ നമ്മൾ വളർത്തരുത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളും കഷ്ടപ്പെട്ടിട്ട് മക്കൾ വളർന്നാൽ മാത്രമേ മാതാപിതാക്കളോടുള്ള കടപ്പാട് എന്താണ് എന്ന് മക്കൾ മനസ്സിലാക്കുള്ളൂ. അവർക്ക് ധാർമ്മികമായ ബോധമുണ്ടാവുള്ളൂ. അവർക്ക് സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കിയാലേ അവർക്ക് സമ്പത്തിനോടൊരു വിലയുണ്ടാവുള്ളൂ. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പ്ലസ് 2 കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായി ഏൺ ചെയ്യണമെന്നാണ്, സ്വന്തമായി മക്കൾ സമ്പാദിക്കണമെന്നാണ്. ആണായാലും പെണ്ണായാലും പ്ലസ് 2 കഴിഞ്ഞാൽ പിന്നെ പാരന്റ്സ് അല്ല, രക്ഷിതാക്കളല്ല അവരെ പഠിപ്പിക്കുന്നത്. അവര് സ്വന്തമായ ഒരു ജോലി തേടണം, എന്നിട്ട് ആ ജോലി ചെയ്ത് അവരുടെ ഫീകൾ, അവരുടെ ആവശ്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യണമെന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിലോ 22 വയസ്സായാലും ജോലിയില്ല. പഠനം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, പല കോഴ്സുകളും ചെയ്തിട്ട് വീട്ടിലിരിക്കുകയാണ് ജോലിയില്ലാതെ. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കളിക്കാൻ പോകുന്നു, ടർഫുകളിലേക്ക് പോകുന്നു. അല്ലാതെ ജോലി തേടാനോ ഉള്ള നമ്മുടെ കപ്പാസിറ്റി വെച്ചുകൊണ്ട്, നമ്മുടെ കഴിവ് വെച്ചുകൊണ്ട് എന്തെങ്കിലും സമ്പാദിക്കാനോ അവർക്കറിയില്ല. പഠിച്ച മേഖലയിൽ പോലും പ്രവർത്തിക്കാൻ അറിയാതെ വെറും ഇംഗ്ലീഷ് കോഴികളെ പോലെ നമ്മുടെ മക്കളെ ആക്കി മാറ്റരുത്. ഏത് മേഖലകളിൽ എന്ത് ജോലി ചെയ്യാനും അവർ തയ്യാറാവണം. പാചകം ചെയ്യണമെന്ന് തോന്നിയാൽ അതിനിറങ്ങണം. അതേപോലെ കറന്റ് പോലെയുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ തോന്നിയാൽ അതും ചെയ്യണം. എല്ലാ മേഖലകളിലും പ്രാപ്തരായ മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റണം. അതേപോലെ നമ്മുടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും അങ്ങനെ തടിയനങ്ങാതെ, ശരീരമനങ്ങാതെ, വിയർക്കാതെ വീടിന്റെ 4 ചുവരുകൾക്കകത്തളങ്ങളിൽ അവരെ വളർത്തുന്നതിന് പകരം പ്രാക്ടിക്കലായി അവർക്ക് എല്ലാ പരിശീലനവും കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പെൺമക്കളെയും വളർത്തണം. നമ്മൾ ഓൺലൈനിലൂടെ പല രീതിയിൽ സമ്പാദിക്കാനുള്ള വഴികൾ നമ്മൾക്കുണ്ട്. വീട്ടിൽ നിന്ന് സമ്പാദിക്കാൻ ഹലാലായ സമ്പാദ്യങ്ങളുണ്ട്, സമ്പാദന മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെല്ലാം ആലോചിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വളരാം. അതേപോലെ തന്നെ പല രീതിയിൽ നമ്മുടെ ബേക്കറികളിലേക്ക് കേക്കുകൾ നിർമ്മിച്ചുകൊണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള കൊത്തുപണികൾ, അതേപോലെ ആർട്സ് ഗാലറി, ഇങ്ങനെ പല മേഖലകളിൽ സമ്പാദിക്കാനുള്ള വഴികൾ നമ്മുടെ പെൺമക്കൾക്കുണ്ട്. അങ്ങനെ എല്ലാവരും, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഏൺ ചെയ്യുമ്പോൾ, സമ്പാദിക്കുമ്പോൾ ജീവിതത്തിന്റെ വലിയൊരു പ്രാരാബ്ദം കുറഞ്ഞു വരികയാണ്, സ്ട്രെസ് കുറഞ്ഞു വരികയാണ്. അതല്ലാതെ ഒരു പുരുഷൻ മാത്രം അധ്വാനിക്കുന്നു. 22 വയസ്സായ മകൻ ഇവിടെ കളിച്ചു നടക്കുകയാണ്. അവൻ അധ്വാനിക്കുന്നില്ല, അവൻ ജോലി ചെയ്യുന്നില്ല, സമ്പാദിക്കുന്നില്ല. അതല്ല പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റസൂൽ, പരിശുദ്ധരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇസ്തഈൻ ബിൽ കസ്ബിൽ ഹലാൽ, ഹലാലായ സമ്പാദ്യങ്ങൾ ഒരുപാട് ഉണ്ടാക്കണം. എന്തിനെ? അനിൽ ഫഖരി, ദാരിദ്ര്യം വരാതിരിക്കാൻ, പട്ടിണിയാവാതിരിക്കാൻ,
ആവാതിരിക്കാൻ, പാപ്പരായി മാറാതിരിക്കാൻ. കാരണം ഫഇന്നഹു മഫ്തഖറ അഹദുൻ, ആരെങ്കിലും ഒരാൾ ദരിദ്രരായി മാറിയാൽ, പട്ടിണിയായി മാറിയാൽ, പാപ്പരനായി മാറിയാൽ, ഇല്ലാ അസ്വാബഹു സലാസു ഖിസാൽ, 3 കാര്യങ്ങൾ അവരിൽ ഉണ്ടാകും. ദരിദ്രരായി മാറിയാൽ 3 കാര്യങ്ങൾ അവരിൽ ഉണ്ടാകും. 3 ന്യൂനതകൾ അവരിൽ ഉണ്ടാകും. ഒരു മനുഷ്യൻ ദരിദ്രരായി മാറിയാൽ 3 പ്രയാസങ്ങൾ അയാളിൽ ഉണ്ടാകും. ഒന്നാമത്തേത് റിഖ്ഖത്തുൻ ഫീ ദീനിഹി, അയാൾക്ക് നന്നായി അല്ലാഹുവിനെ ആരാധിക്കാൻ കഴിയില്ല. ഒരു ഫഖീറായ മനുഷ്യനെ, ഒരു ദരിദ്രനായ മനുഷ്യനെ അല്ലാഹുവിനെ ആത്മാർത്ഥമായി ആരാധിക്കാൻ കഴിയില്ല. യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പഠിപ്പിച്ചിട്ടുണ്ട്, കാദൽ ഫഖ്റു അയ്യകൂന കുഫ്റാ, കാദൽ ഫഖ്റു അയ്യകൂന കുഫ്റാ, ദാരിദ്ര്യം ഒരുപക്ഷേ കുഫ്റിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യം കാരണം ആളുകൾ കാഫിറായി പോകാൻ സാധ്യതയുണ്ട്. പട്ടിണി കാരണം ആളുകൾക്ക് അവരുടെ ഈമാനും തൗഹീദും നഷ്ടപ്പെടാൻ കാരണം സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പട്ടിണി കിടന്നാൽ ഒരാൾ ദരിദ്രനായി മാറുന്നത്? നമ്മൾ എത്രയോ കേട്ടതാണ് അല്ലെ, എത്രയോ നമ്മൾ കേട്ടതാണ്. 1 ലക്ഷം തന്നു, 2 ലക്ഷം കൊടുത്തിട്ട് ഘർവാപസി എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളായ ആളുകളെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സംഭവങ്ങൾ എത്രയോ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. എന്തുകൊണ്ടാണ് അവർ മതം വിട്ടു പോകാൻ കാരണം? ഒരു നേരത്തെ അപ്പക്കഷ്ണം ആരെങ്കിലും നൽകുമ്പോൾ, തിന്നാനുള്ള സാമ്പത്തികമായ സഹായം ആരെങ്കിലും നൽകുമ്പോൾ അവരുടെ കൂടെ മതം വിട്ടേച്ച് പോകാൻ വരെ തയ്യാറായ ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. അല്ലേ? ഘർവാപസി നമ്മൾ കേട്ടതല്ലേ, കേട്ടിട്ടില്ലേ? ഘർവാപസി 1 ലക്ഷം കൊടുത്താൽ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാണ്, മറ്റു മതങ്ങളിലേക്ക് പോകാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? പട്ടിണി കാരണം, ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പാട് കാരണം ആരെങ്കിലും വല്ലതും തന്നാൽ അവരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ മടിയില്ലാത്തവർ. കാദൽ ഫഖ്റു അയ്യകൂന കുഫ്റാ, നിങ്ങൾ പട്ടിണി കിടന്നാൽ ഒരു പക്ഷേ കുഫ്റിലേക്ക് വരെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യം അതിന്റെ ആഴത്തിലെത്തിയാൽ ഒരു പക്ഷേ കാഫിറായി പോകാൻ വരെ സാധ്യതയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അത് തന്നെയാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നത്, റിഖ്ഖത്തുൻ ഫീ ദീനിഹി, നിങ്ങളുടെ ദീനിൽ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ടെൻഷൻ, മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ടെൻഷൻ. വിവാഹം കഴിക്കാൻ പ്രായമെത്തിയ 22 വയസ്സായ 25 വയസ്സായ മക്കൾ വീട്ടിലുണ്ട്. സാമ്പത്തികമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കാൻ കഴിയില്ല. വീടാന്തരം കയറി, പള്ളിയാന്തരം കയറി, വല്ലതും തരണേ, സഹായിക്കണേ, പെൺമക്കളുടെ കല്യാണമുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവൂല, ഇബാദത്തുകളിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവൂല. അങ്ങനെ യാചനയുടെ ആളുകളായി മാറും, യാചനയുടെ ആളുകളായി മാറും. ഇന്ന് നിങ്ങൾ കണ്ടോ എന്നറിയില്ല, പത്രത്തിൽ ഇന്ന് വന്നൊരു വാർത്തയാണ്, ഒരു യാചകൻ ഇന്ന് മരിച്ചു. ഒരു യാചകൻ ട്രെയിൻ തട്ടി മരിക്കുകയുണ്ടായി. ആ യാചകന്റെ പ്രത്യേകത എന്താണ്? ആ യാചകന്റെ കയ്യിലുള്ള ക്യാഷ് എത്രയാണെന്നറിയുമോ? ഇന്ന് മുംബൈയിലാണ് ട്രെയിൻ തെറ്റി ഒരു യാചകൻ മരിച്ചപ്പോൾ യാചകന്റെ അക്കൗണ്ടിലുള്ളത് 1.75 ലക്ഷം രൂപയാണ്. പിന്നെന്തിനാണ് അയാൾ യാചനക്കിറങ്ങിയത്? പിന്നെ എന്തിനാണ് അയാൾ യാചനക്കിറങ്ങിയത്? 1,75,000 രൂപ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് എന്നാണ്. നമ്മുടെ അക്കൗണ്ടിലുണ്ടോ 1 ലക്ഷത്തിൽ കൂടുതൽ? നമ്മുടെ അക്കൗണ്ടിലുണ്ടോ 1 ലക്ഷത്തിൽ കൂടുതൽ? ഇവിടെ യാചനക്കിറങ്ങുന്ന ആളുകൾ വാങ്ങിച്ചു ദിവസവും കിട്ടുന്നത് നേരെ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 1 ലക്ഷമല്ല, 10 ലക്ഷമായാലും അവർ യാചന നിർത്തുന്നില്ല, നിരന്തരമായി യാചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല 8,77 ലക്ഷം രൂപയാണ് ഇയാളുടെ ഡിപ്പോസിറ്റ് മണിയായി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. 8,75,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ഡെപ്പോസിറ്റായി ഉണ്ടായിരുന്നത്. അതേപോലെ നാണയങ്ങളായി 96,000 രൂപ, നാണയങ്ങളായി 96,000 രൂപ, ഏകദേശം 10 ലക്ഷം രൂപയാണ് ഒരു യാചകന്റെ കയ്യിലുള്ള ക്യാഷ്. എന്നിട്ടും അയാൾ യാചനക്കിറങ്ങുകയാണ്. ട്രെയിൻ തട്ടി മരിച്ചപ്പോൾ അയാളുടെ കയ്യിലുള്ള ക്യാഷിന്റെ വർത്തമാനം വിവരമാണ് ഇന്നത്തെ പത്രത്തിൽ വന്നത്. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, യാചനക്കിറങ്ങുന്ന ആളുകൾ
ആളുകൾ ഖിയാമത്ത് നാൾ വരെ അവരുടെ മരണം വരെ ഈ യാചന നിർത്തൂല. അവർക്ക് എത്ര കിട്ടിയാലും തികയൂല. അവർ തിന്നുന്നത് തീയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് യാചനയ്ക്ക് ഇറങ്ങരുത്. യാചനയെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഏത് പള്ളികളിൽ പോയാലും 4ഉം 5ഉം ആളുകളാണ് ഓടി വരുന്നത്. സാധേ എന്റെ പെൺമക്കളുടെ കല്യാണമാണ്, നിങ്ങളൊന്ന് പള്ളിയിൽ പറയണം. എനിക്ക് അസുഖമാണ്, പള്ളിയിൽ പറയണം. എനിക്ക് രോഗമാണ്, പള്ളിയിൽ പറയണം. എന്റെ വീടിന്റെ പണി പകുതിയിലാണ്, ഒന്ന് പള്ളിയിൽ പറയണം. 4ഉം 5ഉം ആളുകളില്ലാത്ത ഒരു ജുമുഅ പോലും കഴിയാറില്ല. ഒരു ജുമുഅ പോലും, ഒരു വെള്ളിയാഴ്ച പോലും കഴിഞ്ഞു പോവാറില്ല. എന്തേ ഇവർക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? നമ്മളാണ് ഉത്തരവാദി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഉത്തരവാദി നമ്മളാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാചനയ്ക്ക് കേൾക്കാൻ നമ്മൾ തയ്യാറാവരുത്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാചനയ്ക്ക് പോകുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. അവരുടെ പ്രയാസങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി തീർത്തു കൊടുക്കണം. അവരുടെ പ്രയാസങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി തീർത്തു കൊടുക്കണം. ഈ കരുവാങ്കല്ല് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് യാചനയുമായി ഒരാളും മറ്റൊരു നാട്ടിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ നാട്ടുകാരവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോ കുടുംബവും, ഓരോ മഹല്ലും, ഓരോ നാട്ടുകാരും നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാചനയ്ക്ക് പോകാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് ഓരോ ആളുകളുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്താൽ യാചന എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഇല്ലാതെയാവും. പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ പറയട്ടെ. നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും പരിപൂർണമായ ഒരു ചാരിറ്റിയായി മാറുന്നില്ല. എന്ത് ചാരിറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു റമദാൻ വരുമ്പോഴോ, ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴോ നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും. അയാളുടെ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടിയുള്ള ക്യാഷ് നമ്മൾ സ്വരൂപിച്ചു കൊടുക്കും. അതേപോലെ റമദാനായാൽ ഒരു ചാക്ക് അരി കൊടുക്കും. പക്ഷെ എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുണ്ടാവുന്നത്? ഈ വർഷം 100 ആളുകൾക്ക് പെരുന്നാൾ കിറ്റ് കൊടുത്താൽ അടുത്ത വർഷം 150 ആളുകൾക്കല്ലേ നമ്മൾ പെരുന്നാൾ കിറ്റ് കൊടുക്കുന്നത്? അതിന്റെ തൊട്ടടുത്ത വർഷം 200 ആളുകൾക്ക്. അഥവാ നമ്മൾ പെരുന്നാൾ കിറ്റ് കൊടുക്കും തോറും നാട്ടിൽ ദരിദ്രർ വർദ്ധിക്കുന്നു എന്നല്ലേ അർത്ഥം? ഈ വർഷം 50 ആളുകൾക്ക് വീട് വെച്ചു കൊടുത്താൽ അടുത്ത വർഷം 75 ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു. അതിന്റെ അർത്ഥം 25 ആളുകൾ കൊണ്ടും പാപ്പരായി, ദരിദ്രരായി എന്നല്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു വിഷയം, അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി ജോലി ചെയ്യാൻ, ഏതെങ്കിലും ഹോട്ടലിൽ പോയി ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോറിക്ഷ, അവർക്ക് സ്ഥായിയായി വരുമാനമുണ്ടാക്കാനുള്ള മാർഗം നമ്മൾ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താത്ത കാലത്തോളം ദരിദ്രർ ഇവിടെ വർദ്ധിച്ചു വരുമെന്നല്ലാതെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടൊരു ഉപകാരവും ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കണം. സ്ഥായിയായി വരുമാനമുണ്ടാക്കാനുള്ള സംവിധാനങ്ങളാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ദരിദ്രരായാൽ നിസ്കാരത്തിലും ഇബാദത്തിലും കോൺസെൻട്രേഷൻ ലഭിക്കൂല, ശ്രദ്ധ ലഭിക്കൂല, ഖുശൂഅ് ലഭിക്കൂല. പള്ളിക്ക് പോയാൽ ടെൻഷൻ എന്തായിരിക്കും? വീടിനെ കുറിച്ച്. പള്ളിക്ക് പോയാൽ ടെൻഷൻ വിവാഹത്തെ കുറിച്ച്, മക്കളെ കുറിച്ച്, രോഗത്തെ കുറിച്ച്. അതുകൊണ്ട് അങ്ങനെ ഒരു ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടി വളരെ നന്നായി ഹലാലായ രീതിയിൽ സമ്പാദിക്കണമെന്ന് ആരാ പഠിപ്പിച്ചത്? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ പറഞ്ഞു, ബുദ്ധി കുറഞ്ഞു വരുമെന്നാണ്. ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ വീഴുന്തോറും നമ്മുടെ ബുദ്ധി കുറഞ്ഞു വരുമെന്നാണ്. മൂന്നാമതായി പറഞ്ഞത്, നമ്മുടെ മാന്യത നഷ്ടപ്പെടുമെന്നാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലകപ്പെട്ടാൽ 4 ആളുകളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നാൽ നമ്മുടെ അന്തസ്സല്ലേ നഷ്ടപ്പെടുന്നത്? നമ്മുടെ മാന്യതയല്ലേ നഷ്ടപ്പെടുന്നത്? എന്റെ കുടുംബത്തിൽ നിന്നൊരാൾ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ബെഗ് ചെയ്യുന്നുണ്ട്, യാചിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ അന്തസ്സിനല്ലേ അത് ബാധിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരു യാചനയിലേക്ക്, അങ്ങനെ ഒരു ദാരിദ്ര്യത്തിലേക്ക് അകപ്പെടാതിരിക്കാൻ നിങ്ങൾ നന്നായി കഠിനാധ്വാനം ചെയ്യണം. നന്നായി ഹലാലായ രീതിയിൽ ബിസിനസ് നടത്തണം, ഹലാലായ രീതിയിൽ ജോലി ചെയ്യണം, ഹലാലായ രീതിയിൽ സമ്പാദിക്കണമെന്ന് തന്റെ മകനോട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സമ്പാദിക്കാൻ 30-40 വയസ്സാവണമെന്നില്ല. 15 വയസ്സായാൽ തുടങ്ങണം. 15 വയസ്സ് വരെ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. പ്രായപൂർത്തി എത്തുന്നത് വരെ വളർത്തൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് വളർത്തണം പ്രായപൂർത്തി എത്തുന്നത് വരെ.
ഒരു പെണ്ണാണെങ്കിലോ അവളുടെ വിവാഹം വരെ പിതാവിന്റെ കടമയാണ്. ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹം വരെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാണ്. ഈ മാതാപിതാക്കളാണ് അവരെ വളർത്തേണ്ടത്. എന്നാൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തി എത്തുന്നത് വരെയാണ് മാതാപിതാക്കളുടെ കടമ. അതിനുശേഷമുള്ളതവൻ സ്വന്തമായി സമ്പാദിക്കാൻ അവനെ പഠിപ്പിക്കണം. മുഅ്മിനീങ്ങളെ, മടിയന്മാരാക്കി അലസന്മാരാക്കി മാറ്റരുത്. രാത്രിയായാൽ കിടന്നുറങ്ങാതെ ടർഫിൽ പോയി കളിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ജോലിയുണ്ട്, ഒരു ജോലിയില്ല, പിന്നെ ഇങ്ങനെ ജീവിക്കുന്നു. ആരാ കാശ് കൊടുക്കുന്നത്? അതിനിടയിലാണ് ലഹരി പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനിടയിലാണ് മയക്കുമരുന്ന് പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനമായി മനസ്സിലാക്കണം. വളരെ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നല്ലതേ തിന്നാൻ പാടുള്ളൂ, നല്ലതേ നിങ്ങൾ സമ്പാദിക്കാൻ പാടുള്ളൂ. കാരണം ലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബാ, അല്ലാഹു തആല നല്ലത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ നല്ലതിൽ നിന്ന് മാറിപ്പോയി ലഹരി ഉപയോഗങ്ങൾ. നമ്മുടെ കള്ളായാലും മയക്കുമരുന്നായാലും കഞ്ചാവായാലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഹറാമാണ്. അല്ലാഹു നിഷിദ്ധമാക്കിയതാണത്. മഹാനായ ജഅഫർ ത്വയ്യാർ എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു സ്വഹാബിക്ക് 4 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയുകയാണ്, മഹാനായ ജഅഫർ ത്വയ്യാർ എന്ന് പറയുന്ന സ്വഹാബിക്ക് 4 പ്രത്യേകതകൾ ജാഹിലിയ്യ കാലത്ത് തന്നെയുണ്ട്. അഥവാ അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പേ 4 കാര്യങ്ങളുണ്ട്. മുസ്ലിമായതിനു ശേഷവും 4 പ്രത്യേകതകൾ അയാളിലുണ്ട്. അപ്പോഴാണ് മഹാനായ ജഅഫർ തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുന്നത്, അല്ലയോ ജഅഫറേ, യാ ജഅഫർ, എന്താണ് നിങ്ങൾക്കുള്ള 4 പ്രത്യേകത? ജാഹിലിയ്യ കാലത്തും ഇന്നും നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ 4 പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമായിരുന്നില്ല. ഒന്നാമത്തേത് അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല. ഒന്നെണീറ്റിക്കെല്ലാരും സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉറക്കെ സ്വലാത്ത്. നല്ല സദസ്സാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, സലാത്തെല്ലാം പറഞ്ഞാല് 1-2 ലിറ്റ് ഇങ്ങനെ ആവേശം പോകും. 1-2 സ്വലാത്ത് ചെല്ലുമ്പോ ആവേശം പോകും. മാഷാ അല്ലാഹ്, നിങ്ങള് എല്ലാ ആവേശത്തിലും 3-ൽ കൂടുതൽ ചെല്ലും. മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, സദസ്സ് അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ 4 പ്രത്യേകതകൾ മഹാനായ ജഅഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. എന്താണ് ആ 4 പ്രത്യേകതകൾ? അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കുണ്ടായിരുന്ന 4 പ്രത്യേകത? അപ്പോഴാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ ശരിബത്തുൽ ഖംറ ഖത്തു, എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല. ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവൂല്ലേ, ഞങ്ങളാരും കുടിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അല്ല, നമ്മളെ പോലെയല്ല, അന്നത്തെ സാഹചര്യം നമ്മളെ പോലെയല്ല. ഇദാ മിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമതി തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ എന്ന് പാടിയിരുന്നവരാണവർ. ഇദാ മിത്തു, ഞാൻ മരിച്ചു പോയാൽ, ഫദ്ഫിന്നി, നിങ്ങൾ എന്നെ മറമാടണം, ഇലാ ജംബി കർമതി, മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്നെ നിങ്ങൾ മറമാടണം. തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യിത്ത് നിങ്ങൾ മുന്തിരി വള്ളിയുടെ താഴെ മറമാടണമെന്ന് പറയാൻ കാരണം, മുന്തിരി വള്ളിയുടെ വേരിലൂടെ കടന്നു വരുന്ന കള്ളിന്റെ സത്ത എന്റെ ഞരമ്പുകളിലേക്ക് പ്രവേശിക്കുമല്ലോ. എന്റെ ജീർണിച്ചുപോയ ഈ ദ്രവിച്ചുപോയ ശരീരത്തിലേക്ക് മുന്തിരി വള്ളിയുടെ വേരിൽ നിന്ന് വരുന്ന കള്ളിന്റെ സത്ത എത്തുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ മറമാടണമെന്ന് പാടിയവർ. വലാ തദ്ഫിനന്നി ഫിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇദാ മാ മീതു അല്ലാ അദൂഖഹാ. ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി
വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി നിങ്ങൾ എന്നെ മറമാടരുത്. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കള്ള് കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും കള്ളില്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല. മരിച്ചുപോയ എന്റെ ശരീരത്തിന് കള്ള് ലഭിച്ചില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു സുഖം കിട്ടൂല. എനിക്ക് പേടിയാണ്. എന്റെ മരിച്ചുപോയ ശരീരത്തിലേക്ക് കള്ള് കിട്ടാതിരുന്നാൽ എന്റെ കാര്യം കഷ്ടമാണ്. അതുകൊണ്ട് എന്നെ മരണപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണമെന്ന് മക്കളോട് വസിയ്യത്ത് ചെയ്ത് മരിച്ചുപോയ എത്രയോ ആളുകളുള്ള ജാഹിലിയ്യ കാലത്തിൽ മഹാനായ സ്വഹാബി വരത് പറയാണ്, ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല എന്ന്. അതേപോലെ തന്നെ കള്ളിന്റെ പാത്രത്തിലേക്ക് ഈച്ചയോ പ്രാണിയോ വീണാൽ, കള്ളിന്റെ പാത്രത്തിലേക്ക് ഈച്ചയോ പ്രാണിയോ വീണാൽ ആ ഈച്ചയെ പിടിച്ചിട്ട് പറയും, ആ പ്രാണി, നീ എന്തൊരു ഭാഗ്യവാൻ, കള്ളിൽ കിടന്ന് മരിക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. മനസ്സിലായോ? പ്രാണി, ഒരു ഈച്ച കള്ളിന്റെ പാത്രത്തിൽ വീണ് മരിച്ചാൽ അതിനെ പിടിച്ചിട്ട് പറയും, ഓ പ്രാണി, നീ എന്തൊരു ഭാഗ്യവാൻ, കള്ളിൽ കിടന്ന് മരിക്കാൻ കഴിഞ്ഞല്ലോ. ഇങ്ങനെ ഉണ്ടായിരുന്നൊരു സമുദായം, ഇങ്ങനെയുണ്ടായിരുന്നൊരു ലോകം. ആ സമയത്ത് എല്ലാവരും കള്ളു കുടിച്ച് അർമാദിച്ചപ്പോൾ ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല. ആരാ പറയുന്നത്? മഹാനായ ജഅഫർ തുയ്യാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്നിട്ട് കാരണം പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, കള്ളു കുടി എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ഒരു ലഹരിയാണ്. തുസീലുൽ അഖ്ല. കള്ളു കുടിക്കുന്നവന് ബുദ്ധി ഉണ്ടാവില്ല. കള്ളു കുടിച്ചവന് ബുദ്ധി ഉണ്ടാവൂല. ആ ബക്കറ്റ് എടുത്തോളൂ. ഇബ്രാഹിം സാഹിബ് ബക്കറ്റ് കൊടുക്കും. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുമ്പോ നല്ല പൈസ ഇട്ട് കൊടുക്കണം എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മദ്രസയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ മദ്രസയിൽ പഠിക്കാനും പഠിപ്പിക്കാനും വളരെ പ്രയാസമാണ്, വളരെ കഷ്ടപ്പാടാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് 4-5 കാർബോർഡ് വെച്ച് 4-5 മദ്രസകൾ നടത്താന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല, ഒച്ച വെച്ചൊന്നും വായിക്കാൻ കഴിയില്ല. ഏതായാലും മരിച്ചുപോയ മാതാപിതാക്കളുടെ പേര് ദുആ ചെയ്യാൻ ഒരാള് ഉസ്താദ് അല്ലേ 1000 രൂപ, പിന്നെ ഒരാൾ 500 രൂപ. പക്ഷെ അത് 1500 രൂപ ഇട്ടിട്ട് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ ഈ 1500 രൂപയാണ് ഇപ്പൊ ഇതിൽ ഇടുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുറക്കണ്ട, നല്ല സംഖ്യ തന്നെ ഇട്ട് കൊടുക്കണം. ഞാൻ നോക്കും. 10-20 ഒന്നും ഇട്ട് കൊടുക്കണ്ട. 10-20 ഒന്നും വേണ്ട. ഇന്ന് 500 തന്നെ, എല്ലാവരും 500. ബക്കറ്റിൽ 500 എല്ലാവരും, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും 500. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ, നിങ്ങളുടെ പോക്കറ്റിലുള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ. നിങ്ങൾക്കറിയാം, പാവപ്പെട്ടവരാണ് സംഘാടകർ. അവർക്ക് വലിയൊരു ആഗ്രഹമാണ് ഒരു മദ്രസ നിർമ്മിക്കാന്നുള്ളത്. ഒരു മദ്രസ അവിടെ നിർബന്ധമാണ്. ഞാൻ കണ്ടു മദ്രസ, മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഒരു മദ്രസ നിർബന്ധമാണ്. നമ്മളെല്ലാവരും കൂടി സഹായിക്കണം, നമ്മളെല്ലാവരും കൂടെ നിൽക്കണം. എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു മദ്രസ പൊങ്ങണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ത്രീകളെ, നിങ്ങൾ വിചാരിച്ചാൽ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഓരോ പവൻ കൊടുക്കാൻ തയ്യാറായാൽ വളരെ എളുപ്പത്തിൽ ഇന്ന് 28,000 രൂപയ്ക്ക് ഒരു പവനുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് അതിന് പകരം, ഒരു പവന് പകരം ഒന്നല്ല ഒരുപാട് പവൻ ദുനിയാവിലും തരും, ആഖിറത്തിലും തരും. സ്ത്രീകളെ, നിങ്ങൾ തയ്യാറാണോ ഈ ഒരു ബാലിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ? എല്ലാവരും കൂടി ഓരോരു പവൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു വീട്ടുകാരൊരു പവൻ കൊടുത്താൽ മതി. കാരണം ഇങ്ങനെ ഒരു ദീനിന്റെ സ്ഥാപനം അവിടെ വളർന്നു വരൽ നിർബന്ധമാണ്. അവിടെ പഠിക്കാൻ കഴിയില്ല, ഷുവർ, അവിടെ പഠിക്കാൻ കഴിയില്ല, അവിടെ പഠിപ്പിക്കാനും കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാൽ കഴിയുന്നത് നമ്മൾ നൽകണം. അപ്പൊ എല്ലാ സ്ത്രീകളും, എവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, ഇന്നത്തെ വാദ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കൈകളിലുള്ളതോ വീട്ടിലുള്ളതോ, കയ്യിലുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാം, വീട്ടിലുണ്ടെങ്കിൽ എഴുതിയേക്കാം. എന്താൽ നിങ്ങൾക്ക് കഴിയുന്നത് അത് നിങ്ങൾ ഇതിലൊരു ഭാഗവാക്കാവണം, നിങ്ങൾ ഇതിലൊരു ഷെയർ ആവണം. എന്തായാലും വേണം. ഇത് ചെറിയ കാര്യം. ഞാൻ എവിടെയും പിരിവെന്നും പറയാറ്, നിങ്ങൾക്കറിയാം. പിരിവിന്റെ ഒരു ABCD അറിയാത്ത ഒരാളാണ് ഞാൻ, പിരിവിന്റെ ഒരു ടെക്നിക്സ് അറിയാത്ത ഒരാളാണ് ഞാൻ. പിരിവ് എടുക്കാറില്ല. പക്ഷെ ഇതൊരു അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നിർബന്ധമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിർബന്ധമാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൈകളിൽ നിന്ന്, സ്വർണങ്ങളിൽ നിന്ന് നിങ്ങൾ ധരിക്കാതെ മാറ്റിവെച്ച പഴയ മോതിരങ്ങൾ ഉണ്ടാവും, ധരിക്കാതെ മാറ്റിവെച്ച പഴയ ആഭരണങ്ങൾ ഉണ്ടാവും. പൊന്നിന് നല്ല വിലയുള്ള സമയമായതുകൊണ്ട് എന്തെങ്കിലും ഒന്നായി ഈ മഹത്തായ മദ്രസയിലേക്ക് നിങ്ങൾ നൽകണം. അതേപോലെ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ, നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലും നല്ല ഒരു സംഖ്യ, ചെറിയ സംഖ്യയല്ല, നല്ല ഒരു സംഖ്യ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. എന്നിട്ട് നല്ല ഒരു സംഖ്യയാക്കി ആ മദ്രസയുടെ എത്രയും പെട്ടെന്ന് ഒരു നിലയെങ്കിലും നമ്മൾക്ക് പൂർത്തീകരിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.
കൊടുത്താലുള്ള നേട്ടം എന്താണ്? ഖിയാമത്ത് നാൾ വരെ ഖബറിൽ കിടക്കുമ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഖിയാമത്ത് നാൾ വരെ ഖബറിൽ കിടക്കുമ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഓരോ ഹർഫും നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരും. വേണോ ഖബറിൽ കിടക്കുമ്പോ അതിന്റെ പ്രതിഫലം വേണോ? ഖബറിൽ കിടക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ എല്ലാ പ്രഭാതങ്ങളിലും 6 മണി മുതൽ 9 മണി വരെ അവിടെ നമ്മുടെ മദ്രസയുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ അല്ലെങ്കിൽ 70ഓളം ഇരട്ടിയായി നമ്മുടെ ഖബറിടത്തിലേക്ക് വരണമെന്ന് ആർക്കാ ആഗ്രഹമുള്ളത്? ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗത്തിൽ കടക്കണമെന്ന് ആർക്കാ ആഗ്രഹമുള്ളത്? നരകത്തിൽ കിടക്കാത്ത സ്വർഗം ആരാ ആഗ്രഹിക്കുന്നത്? മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ വേണമെന്ന് ആരാ ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുന്നവർ ഒന്ന് ഇതിന്റെ ഷെയറിൽ പങ്കാളികളാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്, ആരാണോ നല്ല ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നത്, നല്ല കാര്യത്തിന് ഒരാൾ തുടക്കം കുറിച്ചാൽ, നല്ല കാര്യത്തിന് ഒരാൾ തുടക്കം കുറിച്ചാൽ, ആരാണ് തുടക്കം കുറിച്ചത് അവർക്കാണ് ശേഷം ചെയ്യുന്ന സർവ്വ ആളുകളുടെയും പ്രതിഫലം അല്ലാഹു നൽകുന്നത്. അഥവാ ഒരു മദ്രസ ഒരാൾ കെട്ടിച്ചു കൊടുത്താൽ, നിർമ്മിച്ചു കൊടുത്താൽ, മദ്രസ നിർമ്മിക്കാൻ വേണ്ടി 1000ങ്ങളും 10000ങ്ങളും സ്വർണ്ണാഭരണങ്ങളും നമ്മൾ നൽകി, ദിവസവും 200ഓളം മക്കൾ അവിടെ പഠിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും 200ഓളം മക്കൾ അവിടെ പഠിക്കും. ആ 200 മക്കളുടെ ഒരു ഹർഫിന് 10 ഹസനത്ത്. അവര് ഫാത്തിഹ ഓതാൻ പഠിക്കുന്നത് അവിടെയാണെങ്കിൽ അവര് മരണം വരെ ഫാത്തിഹ ഓതിയാലും അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ ഖബറിടത്തിലേക്കാണ്. മനസ്സിലായോ? ആ മദ്രസയിൽ നിന്നൊരാൾ ഫാത്തിഹ ഓതാൻ പഠിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ആ മനുഷ്യന്റെ മരണം വരെ നമ്മുടെ ഖബറിടത്തിലേക്കാണ്. അങ്ങനെ 200 ആളുകൾ ഫാത്തിഹ ഓതുന്നത്, 200 ആളുകൾ ഖുർആൻ ഓതുന്നത്, 200 ആളുകൾ നോമ്പെടുക്കുന്നത്, 200 ആളുകൾ നിസ്കരിക്കുന്നത്. പൊന്നാര മുഅ്മിനീങ്ങളെ, ഈ മദ്രസ എടുക്കുന്നത് വരെ നമ്മൾക്ക് സമയമുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഖബറിടം രക്ഷപ്പെടാൻ, മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കാൻ. ആരാണതിൽ എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ? ആരാ താല്പര്യമുള്ളതെന്ന് കൈപൊക്കെ? എല്ലാവരും ഉണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ട്. മാഷാ, നല്ല നാട്ടുകാർ. അല്ല, ഞാനൊരു എമൗണ്ട് മനസ്സിൽ കരുതിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, എല്ലാവരും അതെന്നെ കൂടും, എല്ലാവരും കൂടും, അതിലെന്നെ കൂടുന്നു. ഞാൻ ആദ്യം പറയുന്നില്ല, ഞാൻ ലാസ്റ്റ് പറയാം. എന്റെ എമൗണ്ട് ഞാൻ മനസ്സിൽ കരുതിയ എമൗണ്ട് ഒരു 10,000 കൊടുക്കാൻ താല്പര്യമുള്ളവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക. ഒരു 10,000 കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുത്തോളം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. 10,000ങ്ങൾക്ക് പകരം ലക്ഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പകരം നൽകുക തന്നെ ചെയ്യും. പെണ്ണായാലും ആണായാലും 10,000ങ്ങൾക്ക് പകരം അല്ലാഹു തആല ലക്ഷങ്ങൾ നിങ്ങൾക്ക് പകരം തരും. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്നവന് നീ പകരം കൊടുക്കണേ എന്നല്ലേ അല്ലാഹു പറഞ്ഞത്. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്നവന് നീ പകരം കൊടുക്കണേ. മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ, ഹലാലായ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരാൾ ഒരു കാരക്ക കൊടുത്താൽ, കേൾക്കണം ആരാ പറഞ്ഞത്? സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വളരെ സ്വഹീഹായ ഹദീസാണിത്. മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ, ഒരു കാരക്കയുടെ കഷ്ണം ഒരാൾ സദഖ ചെയ്താൽ, മിൻ കസ്ബിൻ തയ്യിബിൻ, ഹലാലായ സമ്പാദ്യങ്ങളിൽ നിന്ന്, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ, അല്ലാഹു നല്ലതല്ലാതെ സ്വീകരിക്കുകയേ ഇല്ല. ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അല്ലാഹു വളരെ സന്തോഷത്തോടെ നല്ല രീതിയിലേക്ക് സന്മാർഗത്തിലേക്ക് കൊടുക്കുന്നത് ഇരു കൈകളും നീട്ടി വലത് കൈയിൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഹുമ്മ യുറബ്ബിഹാ ലിസ്വാഹിബിഹാ, നിങ്ങൾ കൊടുത്ത 10,000 അല്ലാഹു ബിസിനസ്സിൽ നിക്ഷേപിക്കുമെന്നാ പറഞ്ഞത്. കേൾക്കണം സഹോദരിമാരെ, കേൾക്കണം സഹോദരന്മാരെ, ഇത് ഞാൻ എന്റെ വക പറയുകയല്ല. സ്വഹീഹ് മുസ്ലിമാണ്, സ്വഹീഹുൽ ബുഖാരിയാണ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണിത്. രണ്ടുപേരും ഒന്നിച്ച് ഏകാഭിപ്രായത്തോടുകൂടി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നിങ്ങൾ കൊടുക്കുന്ന 10,000, നിങ്ങൾ കൊടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അല്ലാഹു തആല ബിസിനസ്സിലിടുമെന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ തുമ്മ യുറബ്ബിഹാ ലിസ്വാഹിബിഹാ, ആ 10,000 അല്ലാഹു ലക്ഷങ്ങളാക്കി മാറ്റുമെന്നാണ്. 70,000 ആക്കി മാറ്റും, ലക്ഷങ്ങളാക്കി മാറ്റും, ഇരട്ടിയാക്കി അല്ലാഹു മാറ്റും
മടക്കുമെന്നാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു അങ്ങനെ ഇരട്ടി ഇരട്ടിയാക്കി മാറ്റിയിട്ട് ഏതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആട് ഫാം നിങ്ങൾ തുടങ്ങിയിട്ട് ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് ഒരു വർഷമാകുമ്പോൾ 100ഓളം ആടുകളാകുന്നത് പോലെ അല്ലാഹു നിങ്ങൾ കൊടുത്ത 10,000 വളർത്തിയെടുക്കുമെന്നാണ്. ഏതുവരെ? തകൂന മിഥിലൽ ജബൽ, പർവതം പോലെ നന്മകളുടെ കൂമ്പാരമാണ് നാളെ മഹ്ശറയിലെത്തുമ്പോൾ അല്ലാഹു നൽകുന്നത്. പർവതങ്ങൾ പോലെ, മിഥിലൽ ജബൽ, നീണ്ടു കിടക്കുന്ന സമാന്തരമായി നീണ്ടു കിടക്കുന്ന വലിയ കൂറ്റൻ പർവതങ്ങളെ പോലെ നമ്മൾ കൊടുത്ത കാരക്ക കഷ്ണത്തെ അല്ലാഹു വളർത്തി വെച്ചിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റുഖിയ എന്ന് പറയുന്ന ഒരു സഹോദരി 10,000 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. മൊയ്തു എന്ന് പറയുന്ന ഒരാൾ 10,000 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ 10,000 പകരം ഇരട്ടിയായി ദുനിയാവിൽ തന്നെ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ 10,000 പകരം ഇരട്ടിയായി ദുനിയാവിൽ തന്നെ നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരൽപ്പം പോലും കുറക്കാതെ നാളെ ആഖിറത്തിലും ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാഹുവേ, ആദ്യമായി സ്വതഖയെ നീ സ്വീകരിക്കണേ റബ്ബേ. ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. നിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ദാവൂ മർളാകും ബിസ്സദഖ, സ്വതഖ കൊടുത്തുകൊണ്ട് രോഗങ്ങളെ ചികിത്സിക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ ഈ രണ്ടാളുകൾ നൽകിയ സ്വതഖ കാരണം അല്ലാഹുവേ മാരകമായ രോഗത്തിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. നീയാണ് രോഗം നൽകുന്നത്, നീയാണ് ശമനം നൽകുന്നത്. നിന്റെ ഹബീബാണ് പഠിപ്പിച്ചത് സ്വതഖ നൽകി രോഗങ്ങളിൽ നിന്ന് കാവൽ തേടണമെന്ന്. അല്ലാഹുവേ ഈ മഹത്തായ സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് മാരകമായ അസുഖങ്ങൾ നൽകല്ലേ റബ്ബേ. നൽകിയ അസുഖങ്ങൾക്ക് പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. എല്ലാവിധ ശർറായ ഖലായിൽ നിന്നും നീ കാക്കണേ റബ്ബേ.